കോൺഗ്രസ് തുടക്കത്തിൽ അതിൽ ഇരട്ടത്താപ്പ് നിലപാടാണല്ലോ എടുത്തിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. അല്ല, അതൊക്കെ നോക്കാമെന്ന് വരുമാക്കെ നോക്കാം. കേരളത്തിൽ അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന മൂക്കൊന്നല്ല. കേരളത്തിൽ നല്ല രാഷ്ട്രീയ ധാരണയുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. അത് നോക്കാം, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ, അത് പരിഹരിക്കാൻ ഇടപെടുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ആ നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ളതാണ്. അതിൻ്റെ യോഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, വേഗത്തിൽ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, ഞങ്ങളത് സംസാരം കേട്ടാൽ തോന്നും പെട്ടെന്ന് തുടങ്ങി. എത്രയോ കാലമായി അതിനിപ്പോൾ പരിഹാരം വരികയാണ്, പരിഹാരം കണ്ടിരിക്കുകയാണ്. ആ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് അള്ളു വെക്കാൻ ആരും ശ്രമിക്കരുത്. എല്ലാവരും യോജിച്ച് വെക്കണം. യോജിച്ച് നിന്ന് അതിൻ്റെ കാര്യങ്ങൾ പരമാവധി പൂർത്തീകരിക്കണം. നേരത്തെ ചില റോഡുകൾ തുറന്നു കൊടുത്തു, ചിലത് തുറക്കാനുള്ള പ്രവൃത്തി പൈപ്പൊക്കെ അടിയിലൂടെ ഇട്ടിട്ടാണല്ലോ. അന്ന് ആ കുഴി ചാടിയിട്ടാണ് ചിലർ പറഞ്ഞത് ഈ റോഡ് ഇപ്പോഴും പറഞ്ഞ തീയതിക്കായില്ല. അന്നും ആ പറഞ്ഞ തീയതിയിലല്ലായിരുന്നു. അന്ന് പറഞ്ഞ റോഡ് വേറെ ചിലതായിരുന്നു. എന്നാൽ പറഞ്ഞ തീയതിയിൽ തുറക്കുമെന്ന് പറഞ്ഞ റോഡുകളുടെ കുഴി ചാടിയിട്ടാണെന്ന് ചില റിപ്പോർട്ടർമാർ ഇടപെട്ടത്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റായ ചില പ്രവണതകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. തെറ്റായ ചില പ്രവണതകൾ, ചില കൊലക്കൊമ്പൻ കരാറുകാർ നടത്തിയ തെറ്റായ പ്രവണതക്കെതിരെ ശക്തമായ നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിൽ പ്രയാസം തെറ്റായ പ്രവണതകളുള്ളവർക്കുണ്ടാകും. അതിൻ്റെ ഭാഗമായി പലരെയും വിലക്ക് വാങ്ങാനുള്ള ശ്രമം ഉണ്ടാവും. അങ്ങനെ പല നീക്കവും ഉണ്ടാവും. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ് മാധ്യമ പ്രവർത്തകർ വാർത്തയായി നൽകേണ്ടത്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്.